ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ തയ്യാറാക്കിയ പാൽ കപ്പയും ചിക്കൻ പെരട്ടുമാണ്. അപ്പോൾ അവൾക്ക് സ്റ്റഡി ലീവായിട്ട് വീട്ടിൽ നിന്നപ്പോഴേ കുറച്ച് ദിവസമായിട്ട് പറയുകയാണ് പാൽ കപ്പയും ചിക്കൻ പെരട്ടും ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഇന്ന് ഞാൻ മോനെ സ്കൂളിലാക്കിയിട്ട് വന്നപ്പോൾ കപ്പയും ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് മോളുടെ വകയാണ്. അവൾ നല്ലവണ്ണം കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യമാണ്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അവളാണിത് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അവൾ പറയുന്നതിനനുസരിച്ച് ഞാനിതെല്ലാം ജാറിലിട്ട് ഒന്ന് അരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിന്ന് തയ്ക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കിംഗ് അവളെ ഏറ്റെടുത്തല്ലോ, അപ്പോൾ എനിക്കിത്തിരി സമയം കിട്ടും. അപ്പോൾ ചിക്കനിൽ പുരട്ടി വയ്ക്കാനായിട്ട് സാധനങ്ങൾ എടുക്കുകയാണേ. അപ്പോൾ അവൾ പറയുന്നതിനനുസരിച്ച് ഞാൻ ഓരോന്നായിട്ട് ഇടുകയാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സും കുരുമുളകും പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത് ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ടില്ല, നമ്മൾ ആദ്യം ചില്ലി ഫ്ലേക്സ് ഇട്ടതുകൊണ്ടേ. അപ്പോൾ ഇത് ചിക്കനിൽ പുരട്ടി വയ്ക്കാനാണ്. അപ്പോൾ അവൾ പറഞ്ഞത് ഇനി കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഇടാമെന്നാണ്. മോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതിയതാണ്. അല്ലാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നുമല്ല. നിങ്ങളെങ്ങനെയാണോ ചിക്കൻ പുരട്ടൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ നല്ലവണ്ണം അടിപൊളിയായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ടേ നല്ലവണ്ണം അരച്ചെടുത്തു. അപ്പോൾ ഞാനിനി കപ്പ കൂടി അരിഞ്ഞു കൊടുത്തിട്ട് തയ്ക്കാൻ പോകാമെന്ന് കരുതി. അങ്ങനെ കപ്പയൊക്കെ ഇതാ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഈ സമയം മോൾ മസാലയൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തു. ഇനി ചിക്കനിലൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അവൾ പറഞ്ഞത് വീഡിയോ എടുക്കേണ്ട സ്റ്റൈൽ ഇങ്ങനെയല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ ഇടുമ്പോൾ കൈ കാണാൻ പാടില്ല, സാധനങ്ങൾ ഇങ്ങനെ വന്ന് വീഴുന്നത് മാത്രമേ കാണാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അവൾ ഓരോന്നും ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ പീസായിട്ട് ഇട്ടിട്ട് പിന്നെ ഒരുമിച്ചിടണം എന്നൊക്കെ എന്തൊക്കെ സ്റ്റൈലൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ബാക്കിയൊക്കെ അവളാണ് ചെയ്തത്. ആ സമയം ഞാൻ തയ്ക്കാനായിട്ട് പോയി. കൈയൊക്കെ നീറുമെന്ന് കരുതിയിട്ട് സ്പൂൺ കൊണ്ടൊക്കെയാണ് ഇളക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ തയ്യലിലായതുകൊണ്ട് അവൾ ചേർത്ത സാധനങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിംഗ് സമയത്ത് ചോദിച്ചു ഈ കപ്പയിൽ എന്താണ് ചേർത്തത്, എനിക്ക് വീഡിയോയിൽ പറയാൻ വേണ്ടിയേ. അങ്ങനെ കുറച്ച് നേരം സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിനി ചിക്കൻ തയ്യാറാക്കുകയാണ്. സവാളയിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് വഴറ്റിയിട്ടേ ചിക്കനിൽ പുരട്ടാനായിട്ട് വെച്ചിരുന്ന മസാലയിൽ കുറച്ച് ബാക്കി വന്നത് അവൾ ഇതിലോട്ട് ഇടുകയാണേ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അടങ്ങിയ മസാല പേസ്റ്റ് ഇല്ലേ, അത്. അപ്പോൾ ഈ സമയം ഞാൻ കപ്പയൊക്കെ കഴുകി കുക്കറിൽ വെച്ചു. പിന്നെ കുരുമുളകാണ്, ഇവൾ എന്തുണ്ടാക്കിയാലും കുറേ കുരുമുളക് വാരിയിടും. അത് മാഗി ആയാലും മുട്ട പൊരിക്കാനായാലും എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കുമ്പോഴും കുരുമുളക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഇത്രയും വെന്ത് വരണ്ടേ. അപ്പോൾ ഞാൻ ഇത് കുക്കറിൽ വെച്ചപ്പോൾ നല്ല വെന്ത് പോയി. പിന്നീട് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ നല്ല ഉടഞ്ഞു വരുന്നൊരു പരുവമായിരിക്കണം. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നല്ല ലൂസായിപ്പോയി. ഇതാ വീണ്ടും കുരുമുളകാണ് ഇട്ടത്. പിന്നെ ഇനി തേങ്ങാപ്പാൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് തേങ്ങ തിരുകി കൊടുക്കുകയാണ്. ഈ സമയം മസാലയിലേക്ക് അവൾ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് ഇനി നമുക്ക് നല്ല പുരട്ടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒന്നാം പാൽ 1/2 കപ്പും പിന്നെ രണ്ടാം പാൽ 1/2 കപ്പുമാണ് വേണമെന്ന് പറഞ്ഞത്.
മസാലപ്പൊടികളെല്ലാം ചേർത്തതാണ്. വീണ്ടും എന്താ എന്തൊക്കെയോ പൊടികളൊന്നും വീഴുന്നുണ്ട്. അതിന് കുരുമുളകാണോ അതോ ഉപ്പാണോ എന്നറിയില്ല. ഇപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുക്കുകയാണേ. 1 പാലിന് വേണ്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 പാലും 2 പാലും എടുത്ത സമയത്ത് അവൾ ഈ കപ്പയിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും ചതച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി നമുക്ക് 2 പാൽ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ 2 പാലൊക്കെ ചേർത്ത് ഇതൊക്കെ ഒന്ന് വറ്റി വരുമല്ലോ. അപ്പോൾ നമുക്ക് 1 പാൽ കൂടി ഒഴിക്കാം. ആ പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഈ കപ്പയിലൊക്കെ ഒന്ന് പിടിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും നല്ലവണ്ണം വേവണ്ട. ഇത് നല്ലവണ്ണം വെന്തത് കൊണ്ട് അങ്ങ് ഉടഞ്ഞ് നല്ല ലൂസായിപ്പോയി. നല്ല കട്ടിക്കിരിക്കണം. ഇത്രയും നേരം ആയപ്പോഴേ അവൾക്ക് മടുത്തേ. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നായി. പിന്നെ എനിക്കിത്തിരി എളുപ്പമായിരുന്നേ. കുറച്ച് തയ്ക്കാൻ പറ്റിയല്ലോ. ഇപ്പോൾ ഇതാ 1 പാൽ ഒഴിക്കുകയാണേ. കപ്പ ഇത്ര ലൂസാകണ്ട എങ്കിലും ഇപ്പോഴാണ് പേര് പോലെ പാൽക്കപ്പയായത്.
അപ്പോൾ മോള് തയ്യാറാക്കിയ പാൽക്കപ്പയും ചിക്കൻ പെരട്ടും കണ്ടല്ലോ. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.